എന്തുകൊണ്ടാണ് നമ്മുടെ പാർട്ട്ണറിന് ദൂരെ എവിടെയെങ്കിലും ജോലി കിട്ടുമ്പോൾ നമുക്ക് ഇത്ര ബുദ്ധിമുട്ടും വെപ്രാളവും തോന്നുന്നത്? അതും ഈ മോഡേൺ കാലഘട്ടത്തിൽ വീഡിയോ കോൾസും അതിനോടൊപ്പം തന്നെ പലതവണ വിസിറ്റ് ചെയ്യാൻ പറ്റുമെന്നൊരു ഉറപ്പുണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് ഇത്ര ബുദ്ധിമുട്ട് തോന്നുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ ഫെമിലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇമോഷണൽ ഡിപ്പെൻഡൻസി ആയിരിക്കും. നമ്മുടെ പാർട്ട്ണറിനെ ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടി റിലൈ ചെയ്യുന്നത് വളരെ നാച്ചുറൽ ആണെങ്കിലും ഒരു വ്യക്തിയെ നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി, സെൽഫ് വർത്തിന് വേണ്ടി അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് എക്സസീവ്ലി റിലൈ ചെയ്യുക, അതിനോടൊപ്പം തന്നെ റിയഷുറൻസ് അല്ലെങ്കിൽ അപ്രൂവൽ സീക്ക് ചെയ്യുക, അത് കിട്ടിയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ലീഡ് ചെയ്യുക, ഇതിനെയാണ് ഇമോഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ഇമോഷണൽ ഡിപ്പെൻഡൻസി ഉള്ളവർക്ക് പലതരം ഇറാഷണൽ ബിലീഫ്സ് ഉണ്ടാവാം. അതായത് മറ്റൊരു വ്യക്തി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പാർട്ട്ണർ ഇല്ലെങ്കിൽ ഞാൻ സർവൈവ് ചെയ്യില്ല, അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞാനൊന്നുമല്ല, അങ്ങനത്തെ രീതിയിലുള്ള ചില ചിന്തകൾ ഉണ്ടാവാം. ഈ ചിന്തകളെ പ്രോപ്പർ തെറപ്പിയിലൂടെ റാഷണലാക്കി മാറ്റി അതിനോടൊപ്പം തന്നെ ഡിസ്ട്രസിങ് ആയിട്ടുള്ള ഇമോഷൻസ് മാനേജ് ചെയ്ത് ഇതിനൊരു പരിഹാരം കണ്ടെത്താവുന്നതാണ്. ഓർക്കുക, നിങ്ങളെ കേൾക്കാനും മനസ്സിലാക്കാനും ഞങ്ങളുണ്ട്.